അപ്പൊ നമ്മള് കഴിഞ്ഞ ആഴ്ച എവിടെ നിർത്തിയ? കുന്തി ദേവി അങ്ങനെ യുധിഷ്ഠിരന് ജന്മം നൽകി അല്ലേ? ആദ്യം ഉണ്ടായ മഹാരാജാവ് ആരാണ്? നമ്മൾ എവിടുന്ന ഈ കഥ തുടങ്ങിയെന്ന് ഓർമ്മയുണ്ടോ നിനക്ക്? അപ്പൊ വീണ്ടും നമുക്ക് ഇതിനെ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ആദ്യം തൊട്ടൊന്നുകൂടി പറയട്ടെ. ഇത് കഴിഞ്ഞിട്ട് മതി. ഏത് കഴിഞ്ഞിട്ട്? ഈ കഥ ഫുള്ളാക്കിയിട്ട് നമുക്ക് പിന്നെയും ഈ കഥ തന്നെ ഇത് വലിയൊരു കഥ ആയതുകൊണ്ട് തുടക്കം തൊട്ട് ഒന്നുകൂടി പറയാന്ന് വെച്ചാൽ വിചാരിച്ചു. ഓക്കെ. ഇല്ല, നമുക്ക് ഇവിടെ തന്നെ ഓർമ്മയുണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ തുടരാം. ഓക്കെ. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ പാണ്ഡു മഹാരാജാവിന്റെ മൂത്ത മകനില്ലേ യുധിഷ്ഠിരൻ. യുധിഷ്ഠിരൻ എന്ന് പറയുന്നത് ധർമ്മപുത്രനല്ലേ? ധർമ്മപുത്രൻ എന്ന് പറയുമ്പോ സത്യം മാത്രമേ പറയുള്ളൂ കേട്ടോ. അങ്ങനെ യുധിഷ്ഠിരന് ജന്മം നൽകി. രണ്ടാമത്തേത് ആരാണ്? പാണ്ഡുരാജാവ് അങ്ങനെ എന്ത് ചെയ്തു? കുന്തി ദേവിയുടെ അടുത്ത മകനെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ മകൻ ആരാണ്? ഏറ്റവും ശക്തിമാനായ ഒരു മകൻ വേണ്ടേ? അതിശക്തിമാനായ മകൻ വേണ്ടേ? അപ്പൊ ഏറ്റവും ശക്തിയുള്ള ദൈവങ്ങളിൽ ഏറ്റവും ശക്തിയുള്ള ഒരു ദൈവം എന്താണ്? വായു. വായു എന്ന് പറയുമ്പോ വായു എന്ന് വെച്ചാൽ എന്താണ്? കാറ്റ്. ദ ഗോഡ് ഓഫ് വിൻഡ്. അങ്ങനെ കുന്തി ദേവി എന്ത് ചെയ്ത് കുന്തി ദേവി വായു ഭഗവാനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ വായു ഭഗവാനോട് പ്രാർത്ഥിച്ച ശേഷം എന്തായി? കുട്ടി ജനിച്ചു. കുട്ടിയുടെ പേരെന്താണ്? ഇപ്പൊ നീ പറഞ്ഞ പോലെ ഏറ്റവും ഡംബിൾസ്, ഏറ്റവും ശക്തിയുള്ള, മഹാഭാരതത്തിൽ തന്നെ ഏറ്റവും ശക്തിയുള്ള ഒരാളാണ് ജനിക്കുന്നത്. കൃഷ്ണനല്ല, കൃഷ്ണൻ അതിലും ശക്തിയുണ്ട്. ഭീമസേനൻ, ഹനുമാന്റെ അനിയൻ. ഹനുമാനും വായുവിന്റെ പുത്രനാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഹനുമാൻ സ്പോർട്സ് അല്ലേ? അതെ. അങ്ങനെയുള്ളപ്പോ എന്തായി? അടുത്ത കുട്ടി വേണ്ടേ? മൂന്നാമത്തെ കുട്ടി ആരാണ്? പാണ്ഡു പിന്നെയും ആലോചിച്ചിട്ട് പറഞ്ഞു, വി മസ്റ്റ് ഹാവ് എ വാരിയർ ഇൻ അവർ ഫാമിലി ഹൂസ് പവേഴ്സ് അറ്റ് ആംസ് ഷുഡ് ബി അൺമാച്ച്ഡ്. യുദ്ധം ചെയ്യാൻ അതീവ കഴിവുള്ള ഒരാളുടെ കുട്ടി നമുക്ക് വേണം. യുദ്ധം ചെയ്യാൻ അതീവ കഴിവുള്ള ഒരു കുട്ടി നമുക്ക് ആവശ്യമുണ്ട്. അതാണ് ഈ വാരിയർ എന്ന് പറയുന്നത്. വാരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? യുദ്ധം ചെയ്യാൻ ഏറ്റവും കഴിവുള്ളത്. അപ്പൊ ഏറ്റവും കഴിവുള്ളത് ആരാണ്? രാജാവ്. ഇന്ദ്രലോകത്തിലെ രാജാവില്ലേ? ദേവലോകത്തിലെ രാജാവാണ് ഇന്ദ്രഭഗവാൻ, ഇന്ദ്രൻ. ഓക്കെ. കുന്തി ദേവി അങ്ങനെ ഇന്ദ്രനെ പ്രാർത്ഥിച്ചു. ദൈവങ്ങളുടെ രാജാവാണ് ഇന്ദ്രൻ. അപ്പൊ ഇന്ദ്രന്റെ മകനാണ് കൃഷ്ണൻ. മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. കൃഷ്ണൻ വരുന്നേ ഉള്ളൂ കേട്ടോ കഥയില്. ഇപ്പൊ നമ്മള് കുന്തി ദേവിക്ക് ആദ്യത്തെ മകൻ ആരാണ്? ധർമ്മപുത്രൻ. മഹാരാജാവുമ്പോ എപ്പോഴും ധർമ്മമാണ് ചെയ്യേണ്ടത്. ധർമ്മം എന്ന് വെച്ചാൽ എന്താ അറിയോ? സത്യം പറയാ, നല്ല കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ. നീതി ന്യായം എപ്പോഴും നോക്കി ചെയ്യുന്ന ആളാണ് ധർമ്മപുത്രൻ. അത് ആദ്യത്തെ രാജാവ്. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഇത്രയും കഴിവുകള് എല്ലാ നല്ല രാജാക്കന്മാർക്കും ഉണ്ടാവണം. ഓക്കെ. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് നല്ല രാജാവായി മാറുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് നല്ല നേതാക്കന്മാരായി മാറുന്നത്. നല്ല ഒരു രാജാവിന് നല്ല ന്യായവും സത്യവും നോക്കുന്ന ആളായതുകൊണ്ട് അവരാണ് രാജ്യം ഭരിക്കേണ്ടത്. അവരാണ് മൂത്ത മകൻ. അങ്ങനെയാണ് യുധിഷ്ഠിരൻ മൂത്ത മകനായ. അത് മാത്രം മതിയോ? പോരാ. നമുക്ക് ഏറ്റവും ശക്തിയുള്ള, ശാരീരികമായിട്ട് ഏറ്റവും ബലമുള്ള ആൾ വേണം. യുദ്ധം ചെയ്യാനും ആൾക്കാരെ ഇടിച്ചിടാനും തോൽപ്പിക്കാനും കഴിവുള്ള ഒരാൾ വേണം.
അതാണ് രണ്ടാമത്തെ മകൻ ഭീമസേനൻ, വായുവിൻ്റെ പുത്രനാണ് കേട്ടോ. ആ മൂന്നാമത്തേതാണ് അർജുനൻ. ആ അർജുന അർജുനൻ മഹാഭാരതത്തിലെ യഥാർത്ഥത്തിലെ ഹീറോ എന്ന് പറയുന്നതാണ് അർജുനൻ. അർജുനൻ അർജുനൻ ഇന്ദ്രൻ്റെ മകനാണ്. പാണ്ഡു കുന്തി ദേവിയോട് പറയും, നമുക്ക് യുദ്ധം ചെയ്യാനും നമുക്ക് നല്ല ഒരു വാരിയറിനെ ആവശ്യമുണ്ട്. വാരിയർ എന്ന് പറയുന്ന ആരാണ്? യുദ്ധം ചെയ്യുന്ന ആൾ. യുദ്ധം ചെയ്യുന്ന ആൾ. അങ്ങനെ മൂന്നാമത്തെ മകനാണ് അർജുൻ. അപ്പം 3 മക്കളായ ശേഷം കുന്തി എന്താ പറഞ്ഞത്? എനിക്കിത്ര 5 വരങ്ങളില്ലേ, ഇനി ബാക്കിയുള്ള 2 കുട്ടികൾ മാദ്രി എന്ന് പറഞ്ഞിട്ട് ഈ പാണ്ഡുവിൻ്റെ രണ്ടാമത്തെ ഭാര്യയില്ലേ, രണ്ടാമത്തെ ഭാര്യയ്ക്ക് ഈ വരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 3 കുട്ടികളായില്ലേ, ഇനിയിപ്പോൾ ആ 2 കുട്ടികൾ മറ്റേ മാദ്രിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞു പാണ്ഡു പറഞ്ഞു. എന്നിട്ട് 2 ദൈവങ്ങളെ, അശ്വിനി എന്ന് പറഞ്ഞ ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് നകുലനും സഹദേവനും പറഞ്ഞ് 5 പേര് ആയി. 2 മക്കളും കൂടെ ജനിച്ചു. ആരൊക്കെയാണ് അവര്? നകുലനും സഹദേവനും. അങ്ങനെ പാണ്ഡു മഹാരാജാവിനും കുന്തി ദേവിക്കും 5 മക്കളാണ് ഉണ്ടായിരിക്കുന്നത്. കുന്തി ദേവിക്ക് മാത്രമല്ല, കുന്തി ദേവിക്കും മാതൃക്കും കൂടി ചേർത്ത് 5 പാണ്ഡവ. അവരാണ് പഞ്ചപാണ്ഡവന്മാര് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതെങ്കിലും ഞാൻ ചിത്രം കാണിച്ചു തരാം. അതേ സമയത്ത് എന്തായി? ധൃതരാഷ്ട്രമില്ലേ, കണ്ണ് കാണാതെ ധൃതരാഷ്ട്ര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ധൃതരാഷ്ട്ര ഗാന്ധാരം എന്നുള്ള രാജ്യത്തെ രാജ്ഞീനെ, ഗാന്ധാരിനെ കല്യാണം കഴിച്ചു എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? കഴിഞ്ഞ കഥയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ധൃതരാഷ്ട്ര ഗാന്ധാരിനെ വിവാഹം കഴിച്ചിട്ട് കുറച്ചു കാലമായല്ലോ. പാണ്ഡുവിന് ഇങ്ങനെ 5 കുട്ടികൾ ജനിക്കുന്ന സമയത്ത് ധൃതരാഷ്ട്രനും ഗാന്ധാരിക്കും കൂടി ചേർത്ത് 100 കുട്ടികളുണ്ടാവുക. ധൃതരാഷ്ട്രക്ക് കണ്ണ് കാണില്ല എന്ന് കുഞ്ഞിക്ക് ഓർമ്മയുണ്ടോ? ധൃതരാഷ്ട്രന്റെ ഭാര്യ ഗാന്ധാരിക്ക് കണ്ണ് കെട്ടിയിട്ടുള്ള കണ്ടിട്ടുണ്ടോ? അച്ഛാ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ നിയമത്തിൻ്റെ ഒക്കെ ഇതിൽ ഗാന്ധാരിനെ ഇങ്ങനെ കണ്ണ് കെട്ടിയാൽ നമ്മൾ സത്യം മാത്രമേ കാണാൻ പാടുള്ളൂ എന്നുള്ള അർത്ഥം കൂടി അതിനകത്തുണ്ട്. അതിൻ്റെ അർത്ഥവും അതിൻ്റെ വിശദാംശങ്ങളും അച്ഛൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഗാന്ധാരി അങ്ങനെ 100 കുട്ടികൾക്ക് ജന്മം നൽകി. അതിൽ മൂത്തയാളുടെ പേരാണ് ദുര്യോധനൻ. ദുര്യോധനനാണ് മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട ആളല്ല, വില്ലൻ. വില്ലൻ ദുര്യോധനൻ ഏറ്റവും ശക്തിമാനായ ആളായിരുന്നു കേട്ടോ. രണ്ടാമത്തെ ആളുടെ പേരാണ് ദുശാസനൻ. അങ്ങനെ 100 മക്കളുണ്ട്. ഇവരാണ് പാണ്ഡവന്മാരുടെ ശത്രുക്കളായിട്ട് പിന്നീട് വരുന്നത്. ഇപ്പോൾ മഹാഭാരതം എന്നുള്ള കഥയിൽ തന്നെ പ്രധാനപ്പെട്ട കഥ എന്ന് പറയുന്ന പഞ്ചപാണ്ഡവന്മാരും ദുര്യോധനനും ദുശാസനും അടങ്ങുന്ന 100 പേര് ധൃതരാഷ്ട്രയുടെ മക്കളും തമ്മിലുള്ള യുദ്ധമാണ് മഹാഭാരത കഥ. മനസ്സിലായോ? അങ്ങനെ നമ്മളിപ്പോൾ എന്തായി? ഹസ്തിനപുരത്തിലെ കഥയിലെ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിക്കാറായി. ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ശന്തനു മഹാരാജാവ് ഉണ്ടായി. ശന്തനുവിൽ നിന്ന് ആദ്യത്തെ ഭാര്യയായ ഗംഗയിൽ നിന്ന് ഭീഷ്മാചാര്യരുണ്ടായി. അത് കഴിഞ്ഞ് ശന്തനുവിന് സത്യവതിയോട് പ്രേമം തോന്നി. എന്നിട്ട് 2 മക്കളുണ്ടായി, ചിത്രാംഗതനും വിചിത്രവീര്യനും. ചിത്രാംഗതൻ യുദ്ധത്തിൽ മരിക്കുകയാണ്. പിന്നെ വിചിത്രവീര്യൻ മഹാരാജാവുന്നു. വിചിത്രവീര്യൻ്റെ മക്കൾ ആരൊക്കെയാണ്? വിചിത്രവീര്യൻ്റെ മക്കളെ വേണ്ടിയിട്ട് ഭീഷ്മാചാര്യർ അംബാലികനെ ഇവിടുന്ന് കാശി രാജ്യത്ത് നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് വിവാഹം കഴിപ്പിക്കുന്നു. അങ്ങനെ 3 കുട്ടികളുണ്ടാവണം. ആരൊക്കെയാണ് 3 കുട്ടികൾ? ആദ്യത്തെ ആളെന്ന് പറയുന്ന ധൃതരാഷ്ട്രക്ക് കണ്ണ് കാണില്ല. രണ്ടാമത്തെ ആളെന്ന് പറയുന്ന പാണ്ഡു. മൂന്നാമത്തെ ആൾ ആരാന്ന് ഓർമ്മയുണ്ടോ? വിതുരൻ. അങ്ങനെ 3 മക്കളായി.
അപ്പോൾ പാണ്ഡു മഹാരാജാവിൻ്റെ 2 ഭാര്യമാരാണ് കുന്തി ദേവിയും മാദ്രിയും. കുന്തി ദേവിക്കും 3 മക്കളാണ് ഉള്ളത്. കുന്തി ദേവിക്കും പാണ്ഡു മഹാരാജാവിനും 3 മക്കളാണ് ഉള്ളത്. മൂത്ത മകൻ ധർമ്മപുത്രൻ, ഒക്കെ യമദേവൻ്റെ മകൻ, അതായത് സത്യസന്ധനായിട്ടുള്ള മകൻ, ധർമ്മവും ന്യായവും നീതിയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കുട്ടിയായതുകൊണ്ട് ധർമ്മപുത്രൻ ആദ്യത്തെ മകനായി. രണ്ടാമത്തേതാണ് ഭീമസേനൻ, മൂന്നാമത്തേതാണ് അർജുനൻ. അതേപോലെ പാണ്ഡുവിന് പാണ്ഡു മാദ്രി തമ്മിൽ 2 കുട്ടികളാണുള്ളത്, നകുലനും സഹദേവനും. അങ്ങനെ പാണ്ഡു മഹാരാജാവിന് 5 മക്കളായി. ധൃതരാഷ്ട്രക്ക് 100 മക്കളായി ഗാന്ധാരിയിൽ നിന്ന്. അതിലൊരു കഥയുണ്ട്, അതിനകത്ത് കുടത്തിലാണ് ജനിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കഥയുണ്ട്. അത് വിശദമായിട്ട് നമ്മളുടെ ഈ പുസ്തകത്തിൽ അതില്ല. അപ്പം മഹാഭാരതം എന്ന് പറയുന്ന കഥ ധൃതരാഷ്ട്രയുടെ മക്കളായ ദുര്യോധനൻ, ദുശാസനനും പാണ്ഡുവിൻ്റെ 5 മക്കളായ ധർമ്മപുത്രൻ, പിന്നാര ഭീമസേനൻ, പിന്നാര അർജുനൻ, ഇവർ തമ്മിലുള്ള യുദ്ധമാണ് മഹാഭാരതത്തിൻ്റെ പ്രധാനപ്പെട്ട കഥ. ഇതാണ് ആദ്യത്തെ ചാപ്റ്റർ. രണ്ടാമത്തെ ചാപ്റ്ററിലാണ് എൻ്റർ ദി പ്ലേയേഴ്സ്. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് എൻ്റർ ദി പ്ലേയേഴ്സ്. ഉറങ്ങി നിങ്ങൾക്ക് നോക്കി